വെൽക്കം ടു ലീനിയർ ഇന്ത്യ. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പറ്റിയാണ് എന്തൊക്കെ ടൈപ്സ് പൈൽ ഫൗണ്ടേഷൻ ആണ് ഉള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നമുക്ക് പല ടൈപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെ ടൈപ്പ് ഫൗണ്ടേഷൻസ് ആണ് ഉള്ളത്. പൈൽ ഫൗണ്ടേഷൻ, കോളം ഫൂട്ടിംഗ്, റബിൾ ഫൗണ്ടേഷൻ, ഇതിനെ പറ്റിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പൈൽ ഫൗണ്ടേഷൻ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഹൈ റൈസ്ഡ് ബിൽഡിംഗ് അല്ലെ, വലിയ സ്ട്രക്ചേഴ്സിലൊക്കെയാണ് നമ്മൾ മെയിൻലി പൈൽ ഫൗണ്ടേഷൻ. ഡീപ്പായിട്ട് നമുക്ക് ഫൗണ്ടേഷൻ പോകണം. അതുകൊണ്ട് നമ്മളാണ് എന്ത് ചെയ്യുന്നത്, പൈൽ ഫൗണ്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണെന്ന് സെലക്ട് ചെയ്യുന്നതിനെ പറ്റിയും എല്ലാം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇന്ന് നമുക്ക് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഉണ്ട്. അപ്പോൾ മെയിൻലി നമ്മൾ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷനെ ബേസ്ഡ് ഓൺ ഫംഗ്ഷനും ബേസ്ഡ് ഓൺ മെറ്റീരിയൽസും അനുസരിച്ച് രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ അത് എൻഡ് ബിയറിംഗ് പൈൽ, ഫ്രിക്ഷൻ പൈൽ, കോമ്പാക്ഷൻ പൈൽ, ഷീറ്റ് പൈൽസ് ആൻഡ് ടെൻഷൻ പൈൽസ്. ഓക്കെ, എൻഡ് ബിയറിംഗ് പൈൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഹാർഡ് റോക്ക്, അതായത് ഡയറക്റ്റ് ആയിട്ട് ആ ലോഡ് എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ഹാർഡ് റോക്ക് അല്ലെങ്കിൽ ഹാർഡ് സോയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് മൂവ് ആവുന്നതിനാണ് എൻഡ് ബിയറിംഗ് പൈൽ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കിന് കുറച്ച് ലൂസ് ആയിട്ടുള്ള സോയിൽ, അതായത് അതിന്റെ സറൗണ്ടിങ്സിലുള്ള സോയിലിനെ എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ആ ലോഡ് അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ ഫ്രിക്ഷൻ പൈൽസ് എന്ന് പറയുന്നത്. കോമ്പാക്ഷൻ പൈൽ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതെന്താണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഡെൻസിറ്റി ആൻഡ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അതായത് ഒരു സോയിലിന്റെ ഡെൻസിറ്റിനെയും അതിന്റെ ബിയറിംഗ് കപ്പാസിറ്റിനെയും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, കോമ്പാക്ഷൻ പൈൽസ് നമ്മൾ യൂസ് ചെയ്യണത്. ഷീറ്റ് പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിനും അതൊരു പൈലിന്റെ ബോൾ ആയിട്ടായിരിക്കും നമ്മളത് കൺസിഡർ ചെയ്യണത്. ഓക്കെ, എന്നാലും കോൺക്രീറ്റ് ആയിരിക്കും അതിന്റെ ഒരു ഷീറ്റ്, ഒരു എന്താണ് ബോൾ പോലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷീറ്റ് പൈൽസ് നമ്മൾ യൂസ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ ആ ചോർച്ച അല്ലെ, സീപ്പേജ് എന്ന് പറയും അല്ലെ, നമ്മുടെ എഞ്ചിനീയറിംഗ് വേർഡ് സീപ്പേജ് എന്ന് പറയും. ആ സീപ്പേജ്, സോയിലിന്റെ ആ സീപ്പേജ് അല്ലെങ്കിൽ ആ വാട്ടർ കണ്ടന്റിന്റെ ആ സീപ്പേജിനെ എന്താണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ഷീറ്റ് പൈൽസ് നമ്മൾ യൂസ് ചെയ്യണത്. ടെൻഷൻ പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഹൈഡ്രോളിക് പ്രഷർ, അതായത് നമ്മുടെ ഭൂമിക്കടിയിൽ എന്താണ്, വാട്ടർ ആണ് അല്ലെ, നമ്മൾ ആ പൈല് നമ്മൾ ആ ലോഡ് പോകുമ്പോഴത്തേക്കും എന്താണ്, ഹൈഡ്രോളിക് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത്, ടെൻഷൻ പൈൽസ് നമ്മൾ യൂസ് ചെയ്യണത്. ഇതാണ് ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള 5 പൈൽസ് നമുക്ക് വരുന്നത്. അടുത്ത ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് അനുസരിച്ചിട്ട് വരുന്നതാണ് ഡ്രിവൺ പൈൽസ്, ബോർഡ് പൈൽസ്, ടിമ്പർ പൈൽസ്, ഷീറ്റ് പൈൽസ്, കോൺക്രീറ്റ് പൈൽസ്, കോമ്പോസിറ്റ് പൈൽസ് ആൻഡ് സ്ക്രൂ പൈൽസ്. ഡ്രിവൺ പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്, അതായത് പ്രീ മാനുഫാക്ചേർഡ് പൈൽസ് ആയിരിക്കും നമുക്ക് ഡ്രിവൺ പൈൽസ്. ആദ്യം നമ്മൾ എന്താണ്, ഹാമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നേരത്തെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന പൈൽസ് കൊണ്ട് അതിനകത്ത് എന്ത് ചെയ്യും, പ്ലേസ് ചെയ്ത് വെക്കും. അതാണ് എന്ത്, ഡ്രിവൺ പൈൽസ് എന്ന് പറയുന്നത്. ബോർഡ് പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഹോള് നമ്മൾ ഉണ്ടാക്കും, ഡ്രില്ല് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹോൾ യൂസ് ചെയ്തിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ചെയ്യുന്നതിനാണ് ബോർഡ് പൈൽസ് നമ്മൾ പറയുന്നത്. ടിമ്പർ പൈൽസ് നമുക്ക് ടിമ്പർ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, തടി അല്ലെ. ഇതെന്ത് യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി നമ്മൾ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന് വേണ്ടി, ആ ഒരു ടെമ്പററി മാത്രമായിട്ട് ചെയ്യും. അത് പെട്ടെന്ന് തന്നെ അത് പൊളിച്ചു മാറ്റേണ്ടി വരികയോ അങ്ങനെയുള്ള ടെമ്പററി ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബിൽഡിങ്ങിന് വേണ്ടി, അതിനുവേണ്ടി നമ്മളൊരു ചെയ്യുന്ന ഫൗണ്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ടിമ്പർ പൈൽസ് എന്ന്. എന്താണ് ഷീറ്റ് പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പൈപ്പ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന രീതിയിലാണ് നമുക്ക് എന്താണ് ഷീറ്റ് പൈൽസ്. മെറ്റീരിയൽ എന്താണ്, ഷീറ്റ് വെച്ചിട്ടായിരിക്കും നമ്മളത് യൂസ് ചെയ്യുന്ന. പൈപ്പ് മോഡൽ എന്തെങ്കിലും പൈൽസ് കാര്യങ്ങളൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ടൈപ്പ് ഫൗണ്ടേഷൻസ് വല്ല ചെയ്യുന്ന അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിലാണ് നമ്മൾ ഷീറ്റ് പൈൽസ് നമ്മൾ യൂസ് ചെയ്യണത്. അടുത്ത എന്താണ്, കോൺക്രീറ്റ് പൈൽസ്. ഇതെല്ലാം എൻഡ് ബിയറിംഗ് പൈലും ഫ്രിക്ഷൻ പൈലും എല്ലാം എന്താണ്, കോൺക്രീറ്റ് പൈൽസ് ആണ്. അത് മെറ്റീരിയൽസ് വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ കാറ്റഗറിയിലോട്ട് വരുന്നതാണ് നമുക്ക് കോൺക്രീറ്റ് പൈൽസ് വരുന്നത്. കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിനും 2 ടൈപ്പ് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റീലും കോൺക്രീറ്റും, ഓക്കെ, ആ ഒരു കോമ്പിനേഷൻസിൽ നമ്മൾ ചെയ്യുന്നതാണ് കോമ്പോസിറ്റ് പൈൽസ് എന്ന് പറയുന്നത്. സ്ക്രൂ പൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഒരു ഹെലിക്കൽ ബ്ലേഡ് വെച്ച് സ്ക്രൂ ചെയ്തിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും, പൈൽസ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്ന ടൈപ്പ് പൈൽസ് ആണ് സ്ക്രൂ പൈൽസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടുള്ള 2 കാറ്റഗറി, അതായത് പൈൽ ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ ഫംഗ്ഷൻ അനുസരിച്ചും ബേസ്ഡ് ഓൺ മെറ്റീരിയൽസ് അനുസരിച്ചും നമ്മൾ ഡിഫറൻഷിയേറ്റ്. ഇൻഫർമേഷൻ ആയിട്ട് ലീനിയർ ഇന്ത്യ ഫോളോ ചെയ്യുക. താങ്ക് യു.